ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു അയിലക്കറി ഉണ്ടാക്കിയാലോ. അതിന് 1 കിലോ അയില വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാം. വെട്ടിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട്. ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാം. ചെതുമ്പിലൊക്കെ ഒന്ന് കളയാം. കുറച്ച് ചെതുമ്പരേ ഉള്ള അയിലയായതുകൊണ്ട് കുഴപ്പമില്ല. നന്നായി നമുക്ക് അയില ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് നല്ലോണം ഉപ്പിട്ട് ഉരച്ച് കൊടുക്കാം. കല്ലുപ്പാണ് ഇതിനിടുന്നത്. കല്ലുപ്പ് തീർന്നു പോയതുകൊണ്ട് ഞാൻ പൊടിയുപ്പിട്ട് വൃത്തിയാക്കുവാണ്. നല്ലോണം അരച്ച് കഴുകി അതിൻ്റെ ഉളുമ്പെല്ലാം നന്നായിട്ട് നമുക്ക് കളയണം. കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി വലിയ കഷ്ണമായിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം ചെറുത് മതിയെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഇച്ചിരി വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ചതിൽ നിന്ന് ഒരു 2-3-4 കഷ്ണം വറുക്കാനും കൂടെ എടുക്കുന്നുണ്ട്. കുഞ്ഞ് വറുത്തതേ കൂട്ടുള്ളൂ, കറി കൂട്ടത്തില്ല. അപ്പം അയിലയെല്ലാം നമുക്ക് റെഡിയായി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിനെന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് കരിവേപ്പില, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, പുളിയുള്ള മാങ്ങ, തേങ്ങ 1 മുറി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, 1 കഷ്ണം ഉള്ളി. അപ്പോൾ അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ നമുക്ക് വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ തേങ്ങയെല്ലാം കൂടെ അരച്ച് വെച്ച ചേരുവകളെല്ലാം കൂടെ ചേർക്കാം. പാകത്തിന് വെള്ളം എടുത്ത് കൊടുക്കണം. കാരണം മാങ്ങ വേകണമല്ലോ. അപ്പോൾ അതിനാവശ്യമായ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, നമുക്ക് ഒന്ന് പുരണ്ടിരിക്കുന്ന രീതിയിൽ മതിയല്ലോ. അപ്പോൾ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചാറ് നല്ലോണം വേണ്ടവർ അതനുസരിച്ച് ചെയ്യുക. ഞങ്ങൾ കുറച്ച് പുരണ്ട രീതിയിലാണ് വെക്കുന്നത്. ഞങ്ങൾ കുട്ടനാടൻ സ്റ്റൈലാണിത്. എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് കുക്കിംഗ് എല്ലാം. അമ്മയുടെ കറിയെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ച കാര്യങ്ങളാണിതെല്ലാം. നമുക്കിപ്പോൾ അടുപ്പയിലേക്ക് വെക്കാം. നമുക്ക് കാണാൻ തന്നെ നല്ല രസമുണ്ട്, കളറല്ലേ. ഇപ്പം മീൻകറി അടുപ്പിൽ കത്തിച്ച് വെച്ചു. നന്നായി തിള വന്നിട്ടുണ്ട്. തിളച്ച് നല്ല കുറുകി പാകമാകുമ്പോൾ നമുക്ക് കരിവേപ്പിലയും 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻകറി റെഡിയായിട്ടുണ്ട്. ഒന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കറിയാണ്. അയിലയും മാങ്ങയും കൂടെ നല്ല ചേർച്ചയാണ്. ചോറുണ്ണാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇപ്പം അങ്ങനെ അയിലക്കറി നല്ല മണമൊക്കെ വന്നു, റെഡിയായിരിക്കുന്നു. നമുക്ക് ചോറ് വിളമ്പിയാലോ. ചോറ് വിളമ്പി. വെള്ളരിക്ക ചാറ് കറിയുണ്ട്, തൈരുണ്ട്, മാങ്ങയും അയിലക്കറിയും ഉണ്ട്, അയില വറുത്തതുണ്ട്, ഇച്ചിരി അച്ചാറും.